ഹലോ ഓൾ, എല്ലാവരും ഫസ്റ്റ് ടൈം എക്സാമിന് വേണ്ടി അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 ക്വസ്റ്റ്യൻസ് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന 10 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ചെയ്യുന്നത്. ചോദ്യപേപ്പർ ആരിട്ടാലും, അത് ഗവൺമെന്റ് ആയിക്കോട്ടെ, അത് സ്കൂൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ പോലെ തിരിച്ച് ഒരു ചോദ്യപേപ്പർ ആയിക്കോട്ടെ, എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും 100% ചോദിക്കുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് പരിശോധിക്കാം ഒന്നാമത്തെ പാഠമായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 12 മാർക്കിനാണ് ഓണപരീക്ഷ ഉണ്ടാവുക. ഈ കാണുന്ന 12 മാർക്കിലെ 100% പറയാൻ വേണ്ടി സാധിക്കും. ആദ്യ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. നമ്മൾ കുറച്ച് ഓർഡർഡ് പേജ് തരും. ഈ കാണുന്ന ഓർഡർഡ് പേജ് തന്നുകൊണ്ട് ഇത് റിഫ്ലക്സീവ് ആണോ, ഇത് സിമെട്രിക് ആണോ, ഇത് ട്രാൻസിറ്റീവ് ആണോ, ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഒരു റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ വേറൊന്നും തന്നെയല്ല ഇത്തരത്തിൽ കാണും. അതായത് ഒരു 3x - y = 0 അല്ലെങ്കിൽ ഒരു x + y = 4, ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾ ചോദ്യ പേപ്പറിൽ ഉണ്ടാകും. ആൻഡ് നമുക്ക് സെറ്റ് എയും ബിയും തരും. നമുക്ക് വളരെ സുഖമായിട്ട് ഓർഡർഡ് പെയേഴ്സ് എഴുതിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ശ്രദ്ധിക്കുക, ഓർഡർഡ് പെയേഴ്സ് എഴുതി ചെയ്യുന്ന ഒരു ചോദ്യം എന്തായാലും നമുക്ക് എക്സാമിന് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതായത് 2 divides a - b പോലത്തെ, അല്ലെങ്കിൽ y is divisible by x പോലത്തെ എന്തായാലും ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ, അത് റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണോ എന്ന് പറയുന്ന ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ എക്സാമിന് എന്തായാലും ഉണ്ടാകും. നിങ്ങൾ നിർബന്ധം പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് പറയുന്നത്, ഒന്ന് x - y ഒരു ഇൻറ്റിജർ ആവുക, ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന പോലെ. അതുമല്ലെങ്കിൽ y is divisible by x, അതുമല്ലെങ്കിൽ 2 divides a - b, അതുമല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത് a < b. ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എക്സാമിന് എന്തായാലും ചോദിക്കുക. അതുകൊണ്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കൊണ്ട് വേണം എല്ലാ മക്കളും എക്സാം ഹാളിൽ പ്രവേശിക്കുന്നതിനായി. നമ്മൾക്കിനി ഫങ്ഷൻസിലേക്ക് പോവാം. ഫങ്ഷൻസിലെ ആദ്യ ക്വസ്റ്റ്യൻ ഇത്തരത്തിലായിരിക്കും. നിങ്ങൾക്ക് വളരെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ തരും. ഇത് 1 1 ഓൺ 2 ആണോ എന്നാണ് ചോദിക്കുക. നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ ഏറോ ഡയഗ്രം വരച്ച് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാം ഹാളിൽ നാളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിന് പുറമെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനും ഉണ്ടാകും. x / x + 2 പോലത്തെ ഒരു ചോദ്യമാണ് നമുക്ക് എന്തായാലും 1 1 ആണോ ഓൺ 2 ആണോ എന്ന് പറഞ്ഞുകൊണ്ട് എക്സാം ഹാളിൽ നാളെ ചോദിക്കാം. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇവനെ പഠിക്കാതെ ഒരാൾ പോലും നാളെ എക്സാം ഹാളിൽ പ്രവേശിക്കരുത്. കാരണം ഈ കാണുന്ന ഭാഗത്ത് ഏറ്റവും അധികം ചോദിക്കാൻ ചാൻസ് എന്ന് പറയുന്നത് ഇവനെയാണ്. ഇവനില്ലാത്തൊരു ചോദ്യ പേപ്പർ കാണുവാനുള്ള ചാൻസ് എന്ന് പറയുന്നതും വളരെ കുറവ് തന്നെയാണ്. നമ്മൾ അടുത്തായി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് +2 ഓണപരീക്ഷയിലെ ഏറ്റവും അധികം വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് മെട്രിസസ്. 21 മാർക്കിനാണ് നമ്മളുടെ ഓണപരീക്ഷയ്ക്ക് ഈ ചാപ്റ്റർ ചോദിക്കാം. ഈ ചാപ്റ്ററിനകത്ത് ഏതൊരു വിദ്യാർത്ഥിയും ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിക്സ് ആണ്. ഇത് ഇത്തരത്തിലുള്ള ചോദ്യം, ഒരു 3/4 മെട്രിക്സ് ഉണ്ടാക്കുക സച്ച് ദാറ്റ് ഇതിൻ്റെ AIJ എന്ന് പറയുന്നത് നമുക്കിവിടെ AIJ = 2i - j, ഇങ്ങനൊരു ചോദ്യമാണ് നമുക്ക് നാളെ എക്സാം ഹാളിൽ എന്തായാലും കാണാൻ വേണ്ടി സാധിക്കാം. ഇതായിരിക്കും ഒരു ചോദ്യം. ഇതിന് പുറമെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എയും ബിയും തരും. AB കമ്പ്യൂട്ട് ചെയ്യാം. ചോദ്യം ഇത്തരത്തിലായിരിക്കാം. എയും ബിയും തരും. AB ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ് എന്ന് പ്രൂവ് ചെയ്യാം. അവിടെ നമുക്ക് 2 കോൺസെപ്റ്റാണ് ഒന്നിച്ച് കവർ ചെയ്ത് പോവുക. ഒന്ന് ട്രാൻസ്പോസിൻ്റെ കോൺസെപ്റ്റ്, മറ്റൊന്ന് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കോൺസെപ്റ്റ്. സോ ഈ കാണുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. ആൻഡ് മൂവ് ഓൺ ചെയ്യുമ്പോൾ x + y ഒരു മെട്രിക്സ്, x - y വേറെ മെട്രിക്സ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നിട്ട് എക്സും വൈയും ഏത് മെട്രിക്സ് ആണെന്ന് പറയുന്ന ഒരു ചോദ്യം നമുക്ക് എന്തായാലും എക്സാം ഹാളിൽ നാളെ പ്രതീക്ഷിക്കാം. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല, എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. അത് സം ഓഫ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കുമായിട്ട് എഴുതണം എന്ന് പറയുന്ന ഒരു ചോദ്യം. അത് 100% നാളെ എന്തായാലും എക്സാമിന് ചോദിക്കും. ആൻഡ് ആ കാണുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ 4 മുതൽ 6 മാർക്ക് വരെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് എല്ലാ മക്കളും നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ. നമ്മളിനി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഓണപരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പാഠം, ഡിറ്റർമിനൻസ്. 16 മാർക്കിനാണ് നമുക്ക് ഈ ചാപ്റ്റർ എക്സാമിന് ചോദിക്കാം. വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഈ കാണുന്ന 16 മാർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. ഞാൻ പറയും, നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ചോദ്യം, അതായത് നമ്മൾക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം എക്സാമിന് നാളെ 100% 6 മാർക്കിൻ്റെ ഒരു ചോദ്യം അത് ഇവനായിരിക്കും. ഇവനില്ലാത്ത ഒരു ചോദ്യ പേപ്പറും ആർക്കും തന്നെ കാണാൻ വേണ്ടി സാധിക്കുകയുമില്ല. ആയതിനാൽ എല്ലാ മക്കളും ഈ ക്വസ്റ്റ്യൻ എന്തായാലും വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നാളെ എക്സാം ഹാളിൽ പ്രവേശിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇതിന് പുറമെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾസിൻ്റെ ഈ ഒരു ചോദ്യം നമുക്ക് എക്സാമിന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ കാണുന്ന 2 ഭാഗമാണ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. ഈ കാണുന്ന 2 ഭാഗത്താണ് നമുക്ക് ഏറ്റവും അധികം മാർക്കോട് കൂടെ തന്നെ ചോദ്യം ഉണ്ടാവുക. ഇതിന് പുറമെ എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് K എന്ന് പറയുന്നത് K raised to n ഡിറ്റർമിനന്റ് A,
ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത് ഡിറ്റ റേസ് ടു n-1. ഈ കാണുന്ന രണ്ട് പ്രോപ്പർട്ടിയും എല്ലാ മക്കളും പഠിച്ചുകൊണ്ട് വേണം നാളെ എക്സാം ഹാളിൽ പോകാൻ വേണ്ടി. കാരണം ഈ രണ്ട് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു ക്വസ്റ്റൻ എന്തായാലും നാളെ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ അടുത്തായി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന +2 മാത്സിലെ രണ്ടാമത്തെ പാഠം. +1 ബാക്കി പത്രമായിട്ടാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാവരും കണക്കാക്കുന്നത്. ഈ കാണുന്ന ചാപ്റ്ററിൽ നിന്ന് ഓണപരീക്ഷയ്ക്ക് 11 മാർക്കാണ് ചോദിക്കാം. ഈ കാണുന്ന 11 മാർക്സ് ഏത് ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നേടുവാൻ വേണ്ടി നമുക്ക് അതിവേഗം തന്നെ പരിശോധിക്കാം. ആദ്യമായിട്ട് എല്ലാവരും പഠിക്കേണ്ടത് ഇത്തരത്തിലൊരു കോസ് ഇൻവേഴ്സ് -1/2 വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ ഒരു ചോദ്യം, അതായത് നെഗറ്റീവ് ഇട്ടുകൊണ്ടുള്ള ചോദ്യമായിരിക്കും നാളെ നിങ്ങളുടെ എക്സാം ഹാൾ ഉണ്ടാവുക. അത് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ആവും, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 ആവും. എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യമില്ലാത്ത ചോദ്യ പേപ്പർ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കില്ല. ഇതിന് പുറമെ സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക മസ്റ്റായിട്ടും എല്ലാ മക്കളും അറിയണം. അതിനുവേണ്ടി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ രണ്ട് ചോദ്യങ്ങളാണ്. ഓക്കെ, tan ഇൻവേഴ്സ് ഓഫ് √1 + x² - 1 ഹോൾ ഡിവൈഡഡ് ബൈ x, അതുപോലെ തന്നെ tan ഇൻവേഴ്സ് ഓഫ് cos x - sin x ഡിവൈഡഡ് ബൈ cos x + sin x എന്ന് പറയുന്ന രണ്ട് ചോദ്യമാണ് ഏറ്റവും അധികം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് വേണം എല്ലാ മക്കളും നാളെ എക്സാം ഹാളിൽ പ്രവേശിക്കാനായി. ഇതിന് പുറമെ സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കി വയ്ക്കാം. അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1 ആണ്. ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 11 മാർക്കും എല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അവസാനമായി ഒരു ചാപ്റ്ററും കൂടി ബാക്കിയുണ്ട് നമ്മുടെ ഓണപരീക്ഷയ്ക്ക്. 5ാമത്തെ പാഠം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഫസ്റ്റ് ടൈം എക്സാമിന് 20 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ. ഈ കാണുന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ മാത്രമല്ല നിൽക്കുന്നത്. സെക്കൻഡ് ടേമിൽ നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആയിക്കോട്ടെ, ഇൻ്റഗ്രൽസ് ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ ചോദ്യമാണ് എല്ലാവരും ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അതായത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യവും അതുപോലെ തന്നെ എയും ബിയും കണ്ടുപിടിക്കുക എന്ന് പറയുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇവിടെ കാണാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ മക്കളും നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നാളെ എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസിൽ എന്തായാലും ഇവരിൽ ഒരാൾ ഉണ്ടാകും. ഇതിന് പുറമെ നിങ്ങൾ എല്ലാവരും തന്നെ ചെയിൻ റൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യമാണ് പഠിക്കേണ്ടത്. സം കോസ് ഓഫ് √x എന്ന് പറയുന്ന ഒരു ചോദ്യം. y = cos of √x. അങ്ങനെയാണെങ്കിൽ എന്താണ് dy/dx? ഇങ്ങനെയാണ് ഒരു ട്രെൻഡ് നിൽക്കുന്നത്. കോസ് √x ആയിരിക്കാം, സീക്ക് √x ആയിരിക്കാം കറണ്ട് ട്രെൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അത് ലോഗരിതമിക് ഡിഫറൻസിയേഷനും പാരാമെട്രിക് ഡിഫറൻസിയേഷനുമാണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നമുക്ക് x sin x ആണ് ഏറ്റവും അധികം ചോദിക്കാൻ ചാൻസ്. നിങ്ങൾ x sin x പഠിക്കുക, അതുപോലെ തന്നെ x x കൂടി നോക്കി പോവുക. പാരാമെട്രിക് എല്ലാ മക്കളും പഠിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം നാളെ നിങ്ങൾക്ക് എന്തായാലും എക്സാം ഹാളിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനമായിട്ട് പറയുന്നു, ഒരു ഭാഗം കൂടി പഠിക്കണം നിങ്ങൾ നിർബന്ധമായിട്ടും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ അവിടെ നാളെ നിങ്ങളെ ചോദ്യപേപ്പറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുക. ആൻഡ് ഈ കാണുന്ന ക്വസ്റ്റ്യന് 2 മാർക്കുമായിരിക്കും ഉണ്ടാവുക. ഈ കാണുന്ന ക്വസ്റ്റ്യൻസിന് പുറമെ നമുക്ക് ഫുൾ മാർക്ക് എത്തുന്നതിനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. മക്കളെ, ഈ കാണുന്ന ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനും അതുപോലെ തന്നെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് സൈലത്തിൻ്റെ മാത്സ് ടീം കംപ്ലീറ്റ് നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട്. സോ അവിടെ എല്ലാവരും ഉണ്ടാവുക. ഗംഭീരം മനസ്സിലാക്കാം എക്സാമിന് ചോദിക്കുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന്. സോ സീ യു ഓൾ ദർ അറ്റ് 7 PM ഷാർപ്പ്.